SSLC മക്കളെ ഇതാൻസാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രിഗ്നോമെട്രി 5th ചാപ്റ്ററിലെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ് പഠിപ്പിച്ചു തരാവുന്നത്. ഒരു ട്രിക്കല്ല, 2 ട്രിക്കല്ല, 3 ട്രിക്കാണ് ഞാൻ പഠിപ്പിച്ചു തരാവുന്നത്. ആൻഡ് ഈ 3ഉം അടിപൊളി ട്രിക്കായിരിക്കും. ഉടായ്പ ട്രിക്കൊന്നല്ല. അതിൽ നിങ്ങൾ വേറെ കുറേ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്ന ഈ 3 ട്രിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചാൽ ഫുൾ സെറ്റായി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ ടേബിൾ മൊത്തം ബൈ ഹാർട്ട് ചെയ്യാം. സൈൻ കോസ് ടാൻ 0 35 പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈ ഹാർട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല സാർ, ബൈഹാർട്ട് ചെയ്യണോ? ഇനിയിപ്പം എക്സാമിന് വന്ന് എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആൻസർ ഉണ്ട്. 3 ട്രിക്ക് ഞാൻ കാണിച്ചിട്ടും താഴെ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രിക്ക് പഠിക്കാം, 3ഉം പഠിക്കാം. ഏതെങ്കിലും ഒരെണ്ണം മതി, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, അതൊരു പ്രോമിസ് ആയിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വേറെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ട്രിക്ക് തുടങ്ങാം. എൻ്റെ ഏറ്റവും ഇഷ്ടമായ, എൻ്റെ ഏറ്റവും റെക്കമെൻഡഡ് ആയ ട്രിക്ക് ഇതാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ആദ്യം സൈൻ്റെ വാല്യൂസ് മാത്രം കാണും, ബൈ ഹാർട്ട് ചെയ്യണ്ട, കാണിച്ചാൽ എങ്ങനെയാണ്. പിന്നെ കോസ് കിട്ടും, പിന്നെ ടാൻ കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് കിട്ടിയാൽ ഇത് കിട്ടും, ഇത് രണ്ടും കിട്ടിയാൽ ഇത് കിട്ടും. അപ്പോൾ ബൈ 2 get 1 ഫ്രീ പോലെ ഒരു ഓഫറും കൂടിയാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതൊക്കെയാണ് വാല്യൂസ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. 0 30 45 60 90 ആ നമ്പർ മാർക്കരുത്, അതിൽ നിന്നേ ചോദ്യം വരുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ മക്കളെ. ഫസ്റ്റ് സ്റ്റെപ്പ് 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് എഴുതാം. 0 1 2 3 4 എഴുതിക്കോ. 0 എഴുതിക്കേ. അയ്യോ, ഇത് നിങ്ങൾ കാണാൻ പാടില്ല. 0 1 2 3 4 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഡിവൈഡ് ബൈ 4, എല്ലാവരെയും 4 വെച്ചിട്ട് അങ്ങ് ഹരിക്കുക. സിമ്പിൾ. നോക്കിക്കേ, ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത്, ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത്, ഇവിടെയും 4, ഇവിടെയും 4 ആൻഡ് ഇവിടെയും 4 കഴിയും. ഓക്കെ, എല്ലാവരും 4 വെച്ച് ഡിവൈഡ് ചെയ്തു. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സ്ക്വയർ റൂട്ട് ഇടുക. എല്ലാത്തിനും ഒരു വർഗ്ഗമൂലം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വലിയ സ്ക്വയർ റൂട്ട് ഇടുന്നു, മുകളിലും താഴേക്കും വരണം. എല്ലാവർക്കും സ്ക്വയർ റൂട്ട് ഇട്ടു. നിങ്ങൾ സൈൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. സൈൻ 0 മുതൽ 90 വരെയുള്ള എല്ലാ വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി അതൊന്ന് വൃത്തിയാക്കി എഴുതാം ഞാൻ അടുത്ത ലൈനിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ തരാം. 0 വേറെ നമ്പർ വെച്ച് ഹരിച്ചാൽ, ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും 0 തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 0 ആണ്. ഇയാൾ റൂട്ട് 0 ആണ്. 0ൻ്റെ സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗം മൂലം എന്താ? ആര് സ്വന്തം മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടുക, 0 തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ 0 എന്ന് എഴുതുന്നു. 1 4 1ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 1. 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2. അപ്പോൾ എന്താ എനിക്ക് കിട്ടുക? 1/2. ഓക്കെ, 1/2 കിട്ടി. 2 ഡിവൈഡഡ് ബൈ 4 നമുക്ക് മുകളിൽ നിന്ന് താഴ്ന്ന് 2 കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് അവിടെ തന്നെ നിൽക്കുന്ന 1/2. ഇനി റൂട്ട് 1/2 കിട്ടി. 1ൻ്റെ റൂട്ട് എന്താണ്? 1. 2ൻ്റെ വർഗ്ഗമൂലം അഥവാ റൂട്ട് എന്താണ്? റൂട്ട് 2. അത് 2.1 1.414 ഒന്നും വേണ്ട, ഇതിങ്ങനെ ഇരിക്കട്ടെ, സിമ്പിൾ. ഇനി അടുത്തത് 3. 3ൻ്റെ റൂട്ട് 3 തന്നെ. 4ൻ്റെ റൂട്ട് എന്താണ്? 2. 4ൻ്റെ വർഗ്ഗമൂലം 2. ഇനി 4 ഡിവൈഡ് ബൈ 4 എന്താണ് മക്കളെ? 1 ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട്. 1ൻ്റെ വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് 1 ആണ്. ഇപ്പം നിങ്ങൾ സൈൻ്റെ വാല്യൂസ് കണ്ടിട്ട് 0 1/2 1/√2 √3/2 ആൻഡ് 1. ഇതാണ് സൈൻ 0 മുതൽ 90 വരെയുള്ള നിങ്ങൾ പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ ഈ ടേബിൾ മൊത്തം കഴിഞ്ഞു. സിമ്പിൾ. ഇത് പഠിച്ച കഴിഞ്ഞു ടേബിൾ. സൈൻ നിങ്ങൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എഴുതിയത് 0 1/2 1/√2 √3/2 1 എന്ന് എഴുതിയത് തിരിച്ചെഴുതാം. എങ്ങനെ? കോസ് എന്ന് പറയുമ്പോൾ കോസിൽ ആദ്യം വരുന്നത് സൈനിലെ അവസാനത്താണ്. അപ്പോൾ 1 √3/2 പിന്നെ 1/√2 പിന്നെ 1/2 പിന്നെ അവസാനം എന്ത് കിട്ടും? 0 അങ്ങോട്ട് വരും, 1 ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഇവിടെ 1 വരുന്നു ആദ്യം, പിന്നെ എന്താണ്? √3/2 വരുന്നു. ഇവിടെ 1/√2 ഇവിടെ തന്നെ വരുന്നു, പിന്നെ 1/2 ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഇല്ല ഫസ്റ്റ് ആൾ ലാസ്റ്റ് വരും 0. ഇതാണ് കോസിൻ്റെ വാല്യൂ. അപ്പോൾ കോസ് 0 എന്ന് പറയുമ്പോൾ സൈൻ 90 ആണ്. കോസ് 0 സൈൻ 90 ഈക്വല. കോസ് 13 സൈൻ 60 ഈക്വല. കോസ് 45 സൈൻ 45 ഈക്വല. സൈൻ 30 കോസ് 60 ഈക്വല. സൈൻ 0 കോസ് 90 ഈക്വല. അതാണ് ലോജിക്. തിരിച്ചും മറിച്ചു എഴുതാം. ഓക്കെ, അതും കിട്ടി. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ്. സൈൻ ബൈ കോസ്. സൈൻ എന്താണോ അതിൻ്റെ ഡിവൈഡ് ബൈ കോസ്. അപ്പോൾ ടാൻ 0 എന്ന് പറയുമ്പോൾ സൈൻ 0 ബൈ കോസ് 0. അപ്പം 0 ഡിവൈഡ് ബൈ 1 0 മക്കളെ. 0 ഡിവൈഡ് ബൈ 1 0 ആണ്. ഇവിടെ നോക്കിക്കേ, സൈൻ 30 ബൈ കോസ് 30. ഈ 1/2 ഡിവൈഡ് ബൈ √3/2. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടാളുടെ ഡിനോമിനേറ്റർ 2 ആയിട്ട് വെട്ടാം, ഛേദം 2 ആയിട്ട് വെട്ടാം. ബാക്കി എന്ത് വരുന്നു? 1/√3. ഇവിടെ ഇത് ഡിവൈഡ് ബൈ ഇതാണ് ഇവിടെ വരേണ്ടത്. ഇത് രണ്ടും സെയിം നമ്പറാണ്. സെയിം നമ്പർ ഹരിക്കുമ്പോൾ 1 കിട്ടി.
ഇവിടെ നോക്കിയാൽ √3/2 ഡിവൈഡ് ബൈ 1/2. താഴത്തെ 2 വെട്ടി, അപ്പം √3/1 വരും. √3/1 എന്താണ് മക്കളെ? √3 തന്നെ. √3 ഒരു ഭാഷ ഹരിച്ചാൽ അത് കിട്ടും 1/0. ഒന്നിനെ 0 കൊണ്ട് 0 വെച്ചിട്ട് ആര് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും? നോട്ട് ഡിഫൈൻഡ്. 0 താഴെ വരുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? നോട്ട് ഡിഫൈൻഡ്. അത് നിങ്ങളോട് ചോദിക്കൂല. ചോദിക്കുകയാണെങ്കിൽ ഒരു നമ്പർ എഴുതരുത് മക്കളെ, നിങ്ങൾ ഇൻഫിനിറ്റി എന്നോ ഒന്നും എഴുതരുത്. നോട്ട് ഡിഫൈൻഡ് അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ടേബിൾ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും സിമ്പിൾ ട്രിക്കായിട്ട് നമ്മൾ മൊത്തം ചെയ്തു. ആദ്യത്തെ സൈൻ എഴുതുക, കോസ് തിരിച്ചെഴുതുക, ആൻഡ് ടാൻ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക. അതാണ് ഈ ട്രിക്ക്. അതിന് ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ട്രിക്ക് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ട്രിക്ക് ഞാൻ പറയാൻ പോകുന്നത്. സെക്കൻഡ് ട്രിക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ടേബിൾ കിട്ടിയത്. ഓക്കെ, എല്ലാവർക്കും ഈ റേഷ്യോ അറിയാലോ. 30, 60, 90 ട്രയാങ്കിൾ. 13 ഓപ്പോസിറ്റ് 1, √3, 2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി എഴുതരാം. 30, 60, 90. ഓക്കെ, 1, √3, 2. ഇവിടെ നോക്കിയേ 45, 45, 90 എന്തായിരുന്നു പ്രത്യേകത? 1, 1, √2 അല്ലേ? എന്താണ് 1, 1, √2? ഇതെല്ലാവർക്കും അറിയണം. ഇതറിയാത്തവരെല്ലാവരും അത് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സാമിനർ ഈ ചാനലിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് നടന്നിട്ടുണ്ടായിരുന്നു. 3 പാർട്ടും ക്വസ്റ്റ്യൻസും എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കാണാൻ മറക്കാതിരിക്കാം. ഓക്കെ, ഇനി ലെറ്റ്സ് ഗോ ടു ദ പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മക്കളെ. ഇപ്പോഴും കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ട്രിക്ക് ട്രിക്ക് 1 ആണോ, ഇത് ട്രിക്ക് 2 ആണോ, അല്ലെങ്കിൽ അടുത്ത ട്രിക്ക് ആണോ എന്ന്. ഓക്കെ, ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം ബൈ ഹൈപ്പോട്ടന്യൂസ്. എതിർവശം ബൈ കാരണം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് 30, 45, 60 ആണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, 30 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? 30ൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? 30ൻ്റെ ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിൾ 30 ഉള്ളൂ കേട്ടോ. 30ൻ്റെ ഓപ്പോസിറ്റ് 1 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, ഇയാളുടെ കാരണം ആരാ? 2. ഓക്കെ, 30 അതാണ് 1/2, 1/2. അപ്പം സൈൻ 30 എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ, ഇനി നമുക്ക് സൈൻ 45 നോക്കാം. 45ൻ്റെ ഓപ്പോസിറ്റ് 1. സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എതിർവശം. 45ൻ്റെ ഓപ്പോസിറ്റ് ഇതെടുത്താലും സെയിമാ. 1, 90ൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് √2. അപ്പോൾ 1/√2. അപ്പം ഇവിടെ 1/√2 കിട്ടി. അതേപോലെ നമുക്ക് സൈൻ 60 ആണ്. സൈൻ്റെ 60. സൈൻ 60 എന്ന് പറയുമ്പോൾ എന്താണ്? 60ൻ്റെ ഓപ്പോസിറ്റ് √3 ആൻഡ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്താ? 2. √3/2. അപ്പോൾ നമുക്ക് ഇത് കിട്ടി √3/2. അതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം? കോസിന് വേണ്ടി കണ്ടുപിടിക്കുക. കോസ് എന്ന് പറയുമ്പോൾ സമീപം, അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെൻറ്റ് 30ക്ക് അടുത്ത് ആരാണ്? √3 ബൈ ഹൈപ്പോട്ടന്യൂസ് 2. അപ്പം കോസ് 30 എന്ന് പറയുമ്പോൾ √3/2. കോസ് 45 എന്താണ്? 45ന് അടുത്ത് 1, ഹൈപ്പോട്ടന്യൂസ് 2, √2. അപ്പം എന്താണ്? 1/√2. ഇനി കോസ് 60 എന്താണ്? 60ന് അടുത്ത് ആരാണ്? 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1/2, ഹൈപ്പോട്ടന്യൂസ് 2. അതേപോലെ തന്നെ ടാനും കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ് എന്ന് പറയുമ്പോൾ എതിർവശം ബൈ സമീപം. ടാൻ 30 കണ്ടുപിടിക്കാം. 30ൻ്റെ ഓപ്പോസിറ്റ് 1. ഓക്കെ, അപ്പോൾ 1 കിട്ടി. ഡിവൈഡഡ് ബൈ അഡ്ജസെൻ്റ് ആയ 30ന് അടുത്ത് √3. അപ്പോൾ 1/√3. ടാൻ 45 എന്ന് പറയുമ്പോൾ എന്താ? 45ന് ഓപ്പോസിറ്റ് 1, 45ന് അടുത്ത് 1. എങ്ങനെ എടുത്താലും ഇവിടെ ഓപ്പോസിറ്റും അടുത്ത് 1. അപ്പോൾ 1/1 എന്ന് പറയുമ്പോൾ 1 കിട്ടി. ടാൻ 60 എന്ന് പറയുമ്പോൾ 60 എവിടെയാണ്? ഈ ട്രയാങ്കിളിൽ. 60ൻ്റെ ഓപ്പോസിറ്റ് √3, 60ൻ്റെ അടുത്ത്, 60ന് സമീപം 1. അപ്പോൾ √3/1, √3. അപ്പോൾ ഈ ട്രിക്ക് അടിപൊളിയായിട്ട് നമ്മൾ 9 പെട്ടികൾ ഫില്ല് ചെയ്തു. 30, 45, 60 സൈൻ കോസ് ടാൻ ചെയ്തു. പക്ഷേ ഇവിടെ 0ഉം 90യും ഫില്ല് ചെയ്യാൻ പറ്റൂല. കാരണം അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി ഞാനൊരു തട്ടിമുട്ടൽ ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇപ്പം നോക്കിയേ, 0 എന്നുള്ളത് ഇവിടെ എവിടെയും ഇല്ല അല്ലേ? 0 എന്നൊന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 0ന് വേണ്ടി ഞാൻ ഇവിടെ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 0. സൈൻ ഇങ്ങനെ കൂടുക. 0 എന്ന് 0.5, 0.7 ഏകദേശം വരും. ഇത് 0.1 എന്താണ്? 0.8 എന്ത് വരും? ഇവിടെ എന്താണ്? അവസാനം 1ലേക്ക് എത്തും. 0 മുതൽ 1ലേക്കുള്ള ഒരു ജേർണിയാണ്. കോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം തിരിച്ചാണ്. അപ്പം 1ന്ന് കുറഞ്ഞ് 0ലേക്ക് എത്തുന്ന ജേർണിയാണ്. ഇനി നോക്കിയാൽ ടാൻ എന്ന് പറയുമ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ഇത്. 0/1 എന്താണ്? 0. ഓക്കെ, 0ന് താഴെ ഏത് നമ്പർ വന്നാലും 0 ആണ്. 1 ഡിവൈഡ് ബൈ 0 നമുക്കറിയില്ല. 0 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 0 താഴെ വരുന്ന ഡിവിഷൻ നമുക്കറിയില്ല. അത് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിക്ക് പഠിച്ചു. സെക്കൻഡ് ട്രിക്കിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ട്രയാങ്കിളും പഠിക്കണ്ട. പക്ഷെ ഒരു ചെറിയ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും, അല്ലെ പഠിക്കേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് ട്രിക്കും കഴിഞ്ഞു. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ട്രിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്. ഇനി നമുക്ക് ലാസ്റ്റ് ട്രിക്കിലേക്ക് പോകാം. നമ്മുടെ കൈ വെച്ചിട്ടുള്ള ട്രിക്ക്. അപ്പോൾ ഈ ട്രിക്ക് ഒരു രസമുള്ള ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ചിലവർ പറയും നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കണം, റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കണം. പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന ട്രിക്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാം, റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കാം. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾക്ക് 5 പേരുള്ളൂ. അപ്പോൾ 5 പേരിലുള്ള ഈ ട്രിക്ക് ഉപയോഗിക്കാൻ വന്നവർ ഹൈഫൈ ചാറ്റിലിടാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നിങ്ങൾ താഴെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഞാനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചാൽ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചാൽ ഞാൻ കാണിച്ചില്ല. ഓക്കെ, ഞാൻ ഇവിടെ ബ്ലാക്കിന് മേലെ വെക്കാം. ലെഫ്റ്റ് ഹാൻഡ് 0, 30, 45, 60, 90. എന്താ 0, 30, 45, 60, 90. അത് മനസ്സിലായി. അപ്പം ഈ വിരൽ നമുക്ക് ഏതാണോ കണ്ടുപിടിക്കുക. അപ്പം സൈൻ 45 കണ്ടുപിടിക്കാം. അപ്പോൾ 45ൻ്റെ വിരൽ ഞാൻ മടക്കി വെക്കുന്നു. ഓക്കെ, എന്നിട്ട് സൈൻ എന്ന് പറയുമ്പോൾ ഈ മടക്കി വെച്ചതിൻ്റെ താഴെ എത്ര വിരലുണ്ട്? ബിലോ ഫിംഗേഴ്സ് താഴെ 2 ഉണ്ട്. അപ്പം √2/2 അവിടെ 2 ഉണ്ട് താഴെ. ഓക്കെ, ഇനിയിപ്പം എനിക്ക് tan 60 കണ്ടുണ്ട്. tan 60 എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് ഈ കൈ എടുത്ത് വെക്കുന്നു, ഈ വിരൽ അടിച്ചു വെക്കുന്നു. ഓക്കെ, താഴെ നിന്ന് 60 എന്ന് പറയുമ്പോൾ ഇത് 60 അടിച്ചു വെച്ചു. ബിലോ ഫിംഗേഴ്സ് 3 ഉണ്ട്. ഓക്കെ, അത് √3 ആയി. മുകളിൽ ഒരു ഫിംഗർ ഉണ്ട്, അപ്പം √1. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. ഈ ഫോർമുല ഓർത്തൊക്കെ ഇവിടെ. ഓക്കെ, അത് ഓർത്ത് വെക്കാൻ നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുകയാണെങ്കിലും പ്രശ്നമല്ല. പക്ഷെ ചിലവർ ഫോർമുല പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൈ പൊക്കിയിട്ട് ഈ സെയിം നമ്പറുകൾ പറയും. എന്നിട്ട് പറയും ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നാണ്. ആ സമയത്ത് മാത്രം കൈ മാറ്റി. ഓക്കെ, ആ സമയത്ത് മാത്രം. അപ്പോൾ നമുക്ക് ചെയ്താൽ വെച്ചാൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് 2 കാണിച്ചു തരാം, ഒരെണ്ണം റൈറ്റ് ഹാൻഡ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വേഗം തുടങ്ങാം. വളരെ സിമ്പിളാണ് സംഭവം. സൈൻ തുടങ്ങാം. സൈൻ എന്ന് പറയുമ്പോൾ എത്ര ഞാൻ മടക്കിയതിന് താഴെ എത്രയുണ്ട്? /2. ഓക്കെ, അപ്പോൾ താഴെ 2 ഉണ്ട്, ഡിവിഷൻ 2 ഉണ്ട്, അത് ഓർത്ത് വെക്കാം. ഓക്കെ, മുകളിൽ ഒരു √2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സൈൻ. ഓക്കെ, സൈൻ 0. ഇതിന് താഴെ എത്ര വിരലുണ്ട്? 0. അപ്പം √0/2. അതാണ് പൂജ്യത്തിൻ്റെ എന്ത് ഡിവൈഡ് ചെയ്താലും 0 തന്നെ. അപ്പോൾ 0 തന്നെ കിട്ടി. ഓക്കെ, പിന്നെ സൈൻ 30 എന്ന് പറയുമ്പോൾ ഈ വിരൽ. ഓക്കെ, എത്ര താഴെയുണ്ട്? ഒരാൾ താഴെയുണ്ട്. അപ്പം √1/2. മക്കളെ 1ൻ്റെ റൂട്ട് എന്താ? 1 തന്നെ. അപ്പോൾ 1/2 വന്നു. ഇനി 45 എന്ന് പറയുമ്പോൾ ഈ വിരൽ. ഓക്കെ, താഴെ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ട്. അപ്പം √2. ഓക്കെ, ഈ √2/2 എല്ലാവർക്കും സംശയം വരിക. √2/2 എന്താ മക്കളെ? ഈ 2 എന്ന് പറഞ്ഞാൽ √2 × √2 എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ ഒരു √2 അങ്ങ് വെട്ടിപ്പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതാ കട്ട്. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 1/√2 എന്ന് കിട്ടും. ഓക്കെ, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? എനിക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/√2 കിട്ടി. 60 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഇൻഡെക്സ് ഫിംഗർ ഇത് അടച്ചു വെച്ചു. 3 എണ്ണം താഴെ, അപ്പോൾ √3/2. സിംപ്ലിഫൈ ചെയ്യാനില്ല, അവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് 90 അടച്ചു വെക്കുമ്പോൾ 4 വിരല് മുകളിൽ. അപ്പം √4 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 2. അപ്പോൾ 2/2 എന്ന് പറയുമ്പോൾ എത്രയാ? 1. കഴിഞ്ഞു. ഇതേ സമയം ഞാൻ കോസ് റൈറ്റ് ഹാൻഡ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ള കൈ ഉപയോഗിച്ചാൽ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചോ. കോസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ മടക്കി വെച്ചതിന് മുകളിൽ എത്ര വിരലുണ്ട്? /2. അപ്പം താഴെ ഞാൻ 2 ഡിവൈഡ് ചെയ്ത് വെക്കാം. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതാൻ പോകുന്നു, അപ്പോൾ കുറച്ച് പണിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് ഹാൻഡ് വെച്ച് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വെക്കാം, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വെക്കാം. പക്ഷേ താഴെ നിന്ന് എണ്ണി തുടങ്ങാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ വെക്കാം. ഞാൻ എന്താ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് കാണിച്ചു തരാം. അപ്പം cos 0 ഇത് അടച്ചു വെച്ചു. ഇപ്പം എത്ര വേണ്ടത്? മുകളിലുള്ള ഫിംഗേഴ്സ് 1, 2, 3, 4 4 ആൾക്കാർ മുകളിലുണ്ട്. അപ്പം √4 അതവിടെ നിൽക്കട്ടെ. പിന്നെ സിംപ്ലിഫൈ, എൻ്റെ കൈ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 30 വേണം. 30 എന്ന് പറയുമ്പോൾ 0, 30. ഇയാൾ മുകളിൽ എത്ര ആൾക്കാരുണ്ട്? 3 ആൾക്കാരുണ്ട്. അപ്പം √3. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഞാൻ ചെയ്യുന്നത്. അപ്പം പിന്നെ എന്താ 45 എന്ന് പറയുമ്പം 0, 30, 45. ഇയാൾ 30. ഓക്കെ, മുകളിൽ എത്ര? 2 ആൾക്കാരുണ്ട്. അപ്പം √2. ഇവിടെ എന്താണ് 16ൻ്റെ അവിടെ എന്താണ്? ഇയാൾ മടക്കി വെക്കുന്നു, മുകളിൽ ഒരാളുണ്ട്. അപ്പം √1. ആൻഡ് 90ക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇയാളെ മടക്കി വെക്കുന്നു, മുകളിൽ ആരുമില്ല. ഇതിന് മുകളിൽ ആരുമില്ല. അപ്പം എന്താണ്? 0. ഇനി ഞാൻ സിംപ്ലിഫൈ തരാം. ഇവിടെ എന്താണ്? √4 എന്ന് പറയുമ്പോൾ 2 അപ്പോൾ 2/2 എന്ന് പറയുമ്പോൾ 1. ഇവിടെ √3/2 തന്നെ. ഇത് നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്ത 1/√2. ഇവിടെ 1ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ 1/2. ഇവിടെ 0. ഓക്കെ, ഇതും കിട്ടി. ഇനി ടാൻ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കാണിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ. tan 0 എന്ന് പറയുമ്പോൾ വീണ്ടും താഴെ തുടങ്ങാം. ഞാൻ വേണമെങ്കിൽ ഇയാളെ മായ്ച്ചുതരാം നിങ്ങൾക്കൊരു വൃത്തിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എൻ്റെ കൈ ഞാൻ ഇവിടെ വെച്ചുതരാം. tan 0 എന്ന് പറയുമ്പോൾ എന്താ? ഇത് താഴെയുള്ള വിരൽ /, മുകളിൽ. ഓക്കെ, അപ്പം താഴെ √0 / നോക്കിക്കേ അപ്പറിൽ എത്രയുണ്ട്? 4 ആൾക്കാരുണ്ട്. അപ്പോൾ √4. മക്കളെ ഇതെന്താണ്? 0/2 ആണ്. പക്ഷേ 0 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താലും എന്താണ്? 0 ആണ്. ഓക്കെ, tan 30 വിരൽ മാറ്റി 30ൻ്റെ വിരലെടുത്തു. താഴെ എത്ര ആൾക്കാരുണ്ട്? ഒരാൾ, മുകളിൽ 3 ആൾക്കാർ. അപ്പം √1/√3. അപ്പം എന്താണ് വരിക? 1/√3. ഓക്കെ, 1ൻ്റെ റൂട്ട് 1 തന്നെ. 45 2 താഴെ 2 മേലെ. അപ്പം എന്താണ്? √2/√2 വിച്ച് ഈസ് 1. സെയിം നമ്പർ ആയതുകൊണ്ട്. 60 താഴെ എത്ര ഉണ്ട്? താഴെ എനിക്ക് 3 ആൾക്കാരുണ്ട്, മുകളിൽ ഒരാളുണ്ട്. അപ്പം √3/√1. അപ്പം എന്താണ് കിട്ടുക? √3 കിട്ടും. 90ൻ്റെ പ്രത്യേകത എന്താ? താഴെ 4 ആൾക്കാരുണ്ട്. അപ്പോൾ √4 / മുകളിൽ എത്ര ആൾക്കാരുണ്ട്? മുകളിൽ ഒരാളും ഇല്ല. അപ്പോൾ √0.
അപ്പം താഴെ 0 വരുന്ന നമ്പർ നമുക്ക് ചെയ്യാൻ പറ്റൂല. സോ അതെന്താണ് നമുക്ക് നോട്ട് ഡിഫൈൻഡ് ND എന്ന് എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ 3 ട്രിക്കും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 ട്രിക്കിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് നിങ്ങൾ പഠിക്കുക, അങ്ങനെ 3ഉം പഠിക്കാം. എൻ്റെ റെക്കമെൻഡേഷൻ ഫസ്റ്റ് ട്രിക്ക് പഠിക്കാം, അല്ലെങ്കിൽ തേർഡ് ട്രിക്ക് പഠിക്കാം, സെക്കൻഡും കുഴപ്പമില്ല. ആൻഡ് അങ്ങനെ നിങ്ങൾ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാനുള്ള എല്ലാ ട്രിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അലൻ സാർ എന്തൊക്കെ വീഡിയോ ചെയ്യണമെന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ലൈവ് 1, 2, 3 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ചാനലിൽ. ഇനി അതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യനും അടിപൊളി ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് ആപ്പിലെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. റെക്കോർഡഡ് ലൈവ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കിട്ടുന്നതായിരിക്കും, ഇൻക്ലൂഡിങ് ടെസ്റ്റും എല്ലാം PYQs ഉണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യുന്ന താഴെ കൊടുത്ത നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ.